ഒരു LR0, SLR അല്ലെങ്കിൽ CLR, LALR അങ്ങനെ എന്ത് സാധനം വന്നാലും ഗ്രാമർ ആദ്യം തരും. ആ ഗ്രാമറിനെ നമ്മൾ ഓഗ്മെൻറ്റഡ് ഗ്രാമറായിട്ട് എഴുതുക. പറ്റുവാണെങ്കിൽ ഗ്രാമറിനെ നമ്മൾ സെപ്പറേറ്റ് ലൈൻസിൽ തന്നെ എഴുതുക. അങ്ങനെ എഴുതി ആദ്യം തന്നെ നമുക്ക് നമ്പർ ഇട്ട് വെക്കാം. അതിങ്ങനെ നമുക്ക് 1 2 3 4 5 എന്ന് നമ്പർ ഇട്ട് വെക്കാം. അതിനുശേഷം ഓഗ്മെൻറ്റഡ് ഗ്രാമർ എഴുതുക. ഓഗ്മെൻറ്റഡ് ഗ്രാമർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമറിന് എസ് ആണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. എസ്സിനെ മാറ്റി എസ് ഡാഷ് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആക്കി. ആൻഡ് എല്ലാ പ്രൊഡക്ഷൻ റൂളിൻ്റെയും ഏറ്റവും ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും ആദ്യം സ്കാനിങ് നടന്നിട്ടില്ല എന്നുള്ള മീനിങ്ങിന് വേണ്ടി ഡോട്ട് ഇട്ട് വെച്ചു. ഇനി രണ്ടാമത് നമ്മൾ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് കണ്ടുപിടിക്കുന്നത്. കളക്ഷൻ ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DFA ആണ് വരയ്ക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ 2 തവണ നമ്മളിങ്ങനെ എസ് എന്ന് എഴുതാൻ പാടില്ല. ഒറ്റ തവണ മാത്രം എസ് എഴുതുക. അതിനകത്ത് വരുന്ന എല്ലാ പ്രൊഡക്ഷൻസും എഴുതുക. ആദ്യം നിങ്ങളുടെ ഓഗ്മെൻറ്റഡ് ഗ്രാമർ എടുത്ത് അതിനെ I0 ആയിട്ട് എഴുതി വെക്കുക. ഓഗ്മെൻറ്റഡ് ഗ്രാമറാണ് I0. ദെൻ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്ഷൻ നോക്കുക. എസ് ഡാഷ് ടെൻസ് ടു ഡോട്ട് എസ്. അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യാനുള്ളത് എസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻപുട്ട് എസ് ആയിട്ട് എടുത്തു. എന്നിട്ട് എസ് ഡാഷ് ടെൻസ് ടു എസ്. ഇവിടെയായിരുന്നു ഡോട്ട്, അതിനെ ഇപ്പുറത്തേക്ക് മാറ്റി. ഈ ഡോട്ടിന് ഇപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ കൊണ്ട് പ്രൊഡക്ഷൻ ക്ലോസ് ചെയ്തു. അതിൻ്റെ I1 എന്ന പേര് കൊടുത്തു. അടുത്ത് വീണ്ടും നോക്കുവാണെങ്കിൽ ഇവിടെ എസ് ടെൻസ് ടു ഡോട്ട് എല്ലാണ്. അപ്പോൾ എല്ലാണ് ഡോട്ടിന് തൊട്ടടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ വേണം സ്കാൻ ചെയ്യാൻ. അപ്പോൾ ഇൻപുട്ട് എല്ല് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡോട്ടിൻ്റെ തൊട്ടടുത്ത് എല്ലുള്ള 2 പ്രൊഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ 2 പേരെയും നമുക്ക് ഒരുമിച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻപുട്ട് എല്ലെന്ന് കൊടുത്തു. എസ് ടെൻസ് ടു ഡോട്ട് എല്ലെന്നുള്ളത് L ഡോട്ട് ഈക്വൽ ടു R എന്ന് എഴുതി. കാരണം ഇവിടെ എല്ലിനെയാണ് സ്കാൻ ചെയ്തത്. അടുത്ത് വീണ്ടും ഈ പ്രൊഡക്ഷൻ ഇവിടെ R ടെൻസ് ടു ഡോട്ട് എല്ലാണ്. അതിന് ഇവിടെ എഴുതി R ടെൻസ് ടു L ഡോട്ട് എന്ന് എഴുതി. ഇനി ഇപ്പുറത്ത് ഡോട്ടിൻ്റെ തൊട്ടടുത്ത് ഈക്വൽ ടു ഒരു ടെർമിനലാണ്. നോൺ ടെർമിനൽ അല്ലാത്തത് കൊണ്ട്, ഇവിടെ ഡോട്ടിന് ശേഷം മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മളിതിനെ ഇവിടെ കൊണ്ട് നിർത്തി I2 എന്ന് പേര് കൊടുത്തു. അടുത്ത മൂന്നാമത്തത് എസ് ടെൻസ് ടു ഡോട്ട് R. ഇത് R ആണ് സ്കാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് R കൊടുത്തു. ദെൻ എസ് ടെൻസ് ടു R ഡോട്ടായി മാറി പേര് I3 എന്ന് കൊടുത്തു. അടുത്തത് L ടെൻസ് ടു ഡോട്ട് സ്റ്റാർ R ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ സ്റ്റാർ ഡോട്ട് എന്ന് വരും. കാരണം ഈ ഡോട്ട് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ L ടെൻസ് ടു സ്റ്റാർ ഡോട്ട് R. ഇവിടെ ഡോട്ടിന് തൊട്ടടുത്ത് R ഉണ്ട്. ഈ ഒരു പോർഷൻ എത്തുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. എവിടെയാണ് വീണ്ടും പോയി ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ വേറെ എങ്ങും നോക്കണ്ട. I1-ലും I2-ലും I3-ലും I0-ലും എങ്ങും നോക്കേണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാമർ പ്രൊഡക്ഷൻ റൂളിൽ പോയി ചെക്ക് ചെയ്തോളൂ. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ റൂൾ. ഈ പ്രൊഡക്ഷൻ റൂളിൽ പോയി ചെക്ക് ചെയ്യുക. ഈ പ്രൊഡക്ഷൻ റൂളിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വിശദമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ 6 ഡോട്ടിന് ശേഷം 6 ആണുള്ളത്. 6-ന് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വേറെ എങ്ങും നോക്കേണ്ട. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തെ പ്രൊഡക്ഷനിൽ നോക്കുക. 6-ന് പ്രൊഡക്ഷൻ ഉണ്ട്. R ടെൻസ് ടു ഡോട്ട് L. കാരണം ഇവിടെ വേറെ ഒന്നും തന്നെ നിങ്ങൾ സ്കാൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഡോട്ട് L. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഡോട്ട് L കൊടുത്തു. ഇനി ഈ എല്ലും സ്കാൻ ചെയ്തിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മളിതാ വീണ്ടും പ്രൊഡക്ഷനിൽ വന്ന് നോക്കി. L ടെൻസ് ടു സ്റ്റാർ R ഉണ്ട്. L ടെൻസ് ടു ID ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇവിടേക്ക് എടുത്തെഴുതി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് സ്റ്റാറാണ്. ഈ ഡോട്ടിൻ്റെ തൊട്ടടുത്തുള്ളത് ID ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിവിടെ ഒരു ഐറ്റമായിട്ട് എഴുതി I4. അടുത്ത് വീണ്ടും ഇവിടെ നോക്കി L ടെൻസ് ടു ഡോട്ട് ID. അപ്പോൾ ID സ്കാൻ ചെയ്തു. ഇൻപുട്ടായിട്ട് ID കൊടുത്തു. L ടെൻസ് ടു ID ഡോട്ട് വന്നു.
അതിനെ I5 ആക്കി. ഇപ്പോൾ I0യിലെ എല്ലാ പ്രൊഡക്ഷൻസും തീർന്നു. ഇവിടെ ഓൾറെഡി ഇത് സ്കാൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇതിനെ വീണ്ടും സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. വീണ്ടും I1 നോക്കി. I1-നകത്ത് ഡോട്ട് ഇങ്ങേ അറ്റത്താണ്, കഴിഞ്ഞിട്ടൊന്നുമില്ല. I2 എടുത്ത് നോക്കി. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ S → L ഡോട്ട് ഈക്വൽ ടു ആണ്. അപ്പോൾ ഈക്വൽ ടു ഇനി സ്കാൻ ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് ഇൻപുട്ട് ഈക്വൽ ടു കൊടുത്തു. S → L ഈക്വൽ ടു ഡോട്ട് R. വീണ്ടും ആറിൻ്റെ പ്രൊഡക്ഷൻ വേറെ ഒന്നും നോക്കണ്ട, നേരെ ഇവിടെ പോയി നോക്കിക്കോ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ R → ഡോട്ട് L, R → ഡോട്ട് L. അപ്പോൾ അതിവിടെ എഴുതി. ആൻഡ് ഡോട്ട് കഴിഞ്ഞിട്ട് വീണ്ടും L ഉണ്ട്. Lന് ഏതൊക്കെയാണ് പ്രൊഡക്ഷൻസ് നോക്കി, അതും ഇതാ ഇവിടെ നോക്കി. *R ഡോട്ട് ID, അത് രണ്ടും ഇവിടേക്ക് എഴുതി. അപ്പോൾ I6 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കിട്ടി. വീണ്ടും ഇവിടെ നോക്കിയാൽ R → ഡോട്ട് L ആണ്. R → I2 ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. I2-നകത്ത് R → L ഡോട്ടാണ്, ഇപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ ഇനി ഇവിടെ സ്കാനിങ് ഒന്നുമില്ല. ആൻഡ് S → R ഡോട്ട്, ഇത് I3 ആണ്. I3-ലും ഒന്നും നോക്കാനില്ല. അടുത്ത I4 വന്നു. I4-ൽ ഇവിടെ ഡോട്ട് ഇവിടെയാണുള്ളത്, അപ്പോൾ അതിനെ ഇപ്പുറത്തേക്ക് മാറ്റണം. അപ്പോൾ ഇൻപുട്ട് R കൊടുത്തു. L → R ഡോട്ട്. ആൻഡ് ഇവിടെ R → L ആണുള്ളത്, അപ്പോൾ L ഇൻപുട്ടായിട്ട് കൊടുത്തു. R → L ഡോട്ട്. അപ്പോൾ ഇവിടെ I8 കഴിഞ്ഞു. ഇനി അടുത്തത് ഡോട്ട് R എന്ന് വരും, കാരണം ഇവിടെ സ്റ്റാറാണ് അടുത്തത് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ L → ഡോട്ട് R. ആറിൻ്റെ പ്രൊഡക്ഷൻ എഴുതും, Lൻ്റെ പ്രൊഡക്ഷൻ എഴുതും. ഈ സെയിം ഐറ്റം തന്നെ കിട്ടുന്നത് കൊണ്ട് സെൽഫ് ലൂപ്പ് ഇങ്ങോട്ട് കൊടുത്തു. ഇനി ഏറ്റവും അവസാനത്തെ ഐഡിയെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. L → ID ഡോട്ട് എന്ന് കിട്ടും. അതുകൊണ്ട് ഇൻപുട്ട് ID ഇവിടേക്ക് കൊടുത്തു. വീണ്ടും ഇവിടെ I2 കഴിഞ്ഞു, I3 കഴിഞ്ഞു, I4-ലെ ഐറ്റം എല്ലാം കഴിഞ്ഞു. I5-ലും ഇനിയൊന്നും സ്കാൻ ചെയ്യാനില്ല. അപ്പോൾ വീണ്ടും I6-ലെത്തി. I6-ൽ ഒരു ഡോട്ട് R ഇവിടെ കിടക്കുവാണ്. അപ്പോൾ ഇവിടെ R ഇൻപുട്ടായിട്ട് കൊടുത്തു. S → L ഈക്വൽ ടു R ഡോട്ട്. ഏതാണോ പ്രൊഡക്ഷൻ ആ പ്രൊഡക്ഷൻ കേട്ടോ, അതെഴുതി. അതിന് I9 എന്ന് പേര് കൊടുത്തു. അടുത്തത് R → ഡോട്ട് L. അപ്പോൾ Lനെ സ്കാൻ ചെയ്യണം. അപ്പം L ഇൻപുട്ട് കൊടുത്താൽ R → L ഡോട്ട് എന്ന് കിട്ടും. R → L ഡോട്ട് ഇവിടെയുണ്ട്, I8 ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് L ഇങ്ങോട്ട് കൊടുത്തു. അടുത്തത് L → ഡോട്ട് R. ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ഇതാ ഇവിടെ I4-ൽ. അപ്പോൾ ഇൻപുട്ട് ഇവിടേക്ക് കൊടുത്തു. അടുത്ത് L → ID. L → ID ഇതാ ഇവിടെ I5-ലേക്ക് കൊടുത്തു. അപ്പോൾ I6-ൻ്റെ എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞു. അടുത്ത I7 നോക്കി, ഇവിടെ സ്കാൻ ചെയ്യാനില്ല. I8 നോക്കി, സ്കാൻ ചെയ്യാനില്ല. I9 നോക്കി, സ്കാൻ ചെയ്യാനില്ല. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ LR0-യ്ക്കും LR1 അല്ലെങ്കിൽ SLR-ന് ഈ സെയിം കളക്ഷൻ ഓഫ് ഐറ്റംസ് തന്നെയാണ്. LR0-യ്ക്കും SLR-നും സെയിം കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ്. വ്യത്യാസം വരുന്നത് CLR-നും LALR-ൻ്റെയും കേസ് വരുമ്പോൾ ലുക്ക് ഹെഡ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ആ ഒരു കേസിൽ മാത്രമേ ഇവിടെ വ്യത്യാസം വരുള്ളൂ. ഇതിൻ്റെ അടുത്തേക്ക് കോമ ഇട്ട് നമ്മൾ ലുക്ക് ഹെഡ് കൂടെ എഴുതാറുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത് പാർ സ്റ്റേബിളാണ് വരയ്ക്കേണ്ടത്. പാർ സ്റ്റേബിൾ LR0-യ്ക്ക്, SLR-ന്, LALR-ന്, CLR-ന് എല്ലാത്തിനും ഡിഫറൻസാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ LR0 ആണെങ്കിൽ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ടേബിളിന് രണ്ട് ഭാഗങ്ങൾ കാണും. ഒന്ന് ആക്ഷൻ, മറ്റൊന്ന് ഗോ ടു. ആക്ഷനകത്ത് നമ്മുടെ ഗ്രാമറിനകത്ത് ഏതൊക്കെയാണ് ടെർമിനൽസ് അതൊക്കെ ഇവിടെ എഴുതണം. അതിൻ്റെ കൂടെ ഒരു $സിമ്പിളോടെ എഴുതണം. ആൻഡ് ഏതൊക്കെയാണ് നമ്മൾ നോൺ ടെർമിനൽസ് അതൊക്കെ
ഗോ ടുവിൽ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ട്? നമുക്ക് I0 തൊട്ട് I9 ഐറ്റംസ് വരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ I0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ എഴുതും റോയ്ക്ക് പേരായിട്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ നോക്കും I0യ്ക്ക് ഏതൊക്കെ ഇൻപുട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. I0യ്ക്ക് S കൊടുത്തു. S കൊടുത്താൽ എവിടേക്ക് പോകും? I1ലേക്ക് പോകും. L കൊടുത്തു, എവിടേക്ക് പോകും? I2ലേക്ക് പോകും. R കൊടുത്തു, എവിടേക്ക് പോകും? I3ലേക്ക് പോകും. നോക്കിക്കേ, S കൊടുത്തപ്പോൾ 1ലേക്ക് വന്നു, L കൊടുത്തപ്പോൾ I2 വന്നു, R കൊടുത്തപ്പോൾ I3 വന്നു. ഗോ ടുവിൽ എഴുതുന്നത് നമ്പേഴ്സ് മാത്രമേ എഴുതുള്ളൂ. ഇതാ ഇവിടെ ആക്ഷൻ്റെ താഴെ എഴുതുമ്പോൾ നമ്മൾ ഫുള്ള് റിഡ്യൂസ്, ഷിഫ്റ്റ് എന്നീ 2 ഓപ്പറേഷൻ്റെ പേരിലാണ് എഴുതുക. ഇതാ I0 നോക്കിക്കേ, I0യ്ക്ക് സ്റ്റാർ എന്ന് പറയുന്ന ടെർമിനലും ID എന്ന് പറയുന്ന ടെർമിനലും ഉണ്ട്. സ്റ്റാർ കൊടുത്താൽ എവിടേക്ക് പോകും? I4ലേക്ക് പോകും. സ്റ്റാർ കൊടുത്തപ്പോൾ ഇതാ I0യ്ക്ക് സ്റ്റാർ കൊടുത്തപ്പോൾ എവിടേക്ക് വന്നു? 4ലേക്ക് വന്നു. ഇനി I0യ്ക്ക് ID കൊടുത്തപ്പോൾ എവിടേക്ക് വന്നു? 5ലേക്ക് വന്നു. ഇത് രണ്ടും ഇനി ഷിഫ്റ്റ് ആണോ റെഡ്യൂസ് ആണോ, R എഴുതണോ S എഴുതണോ എന്ന് വേണം നമ്മൾ നോക്കാൻ. ഈ I0യിലുള്ള എല്ലാ ഗ്രാമറുകളും പ്രൊഡക്ഷൻ റൂളുകളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. ഇതെല്ലാം സ്കാൻ ചെയ്യാനുള്ളതാണ്, സ്കാനിങ് ഫിനിഷ് ആയതല്ല. അതുകൊണ്ട് I0യുടെ നേരെ വരുന്നതെല്ലാം എന്തായിരിക്കും? എസ് എന്ന നമ്പർ എന്ന ലേബൽ ചെയ്ത് എഴുതിയാൽ മതി. ഷിഫ്റ്റ് ഓപ്പറേഷനാണ് ഇതിനകത്തെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ എന്തെഴുതും? ഈ I0യുടെ നേരെ ആക്ഷന് താഴെ വരുന്ന എല്ലാ ടേംസിൻ്റെയും കൂടെ എന്ത് ലെറ്റർ എഴുതും? എസ് എന്ന് പറയുന്ന ലെറ്റർ എഴുതും. ഇനി അടുത്ത I1 എടുത്ത് നോക്കി. I1-നകത്ത് ഇനി സ്കാൻ ചെയ്യാനൊന്നുമില്ല. സ്കാൻ ചെയ്യാനൊന്നുമില്ലാത്തതെല്ലാം എന്താണ്? റെഡ്യൂസ് ആക്ഷനാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ റെഡ്യൂസ് R എന്ന് പറയുന്ന ലെറ്റർ വേണം I1-ന് നേരെ എഴുതാൻ. പക്ഷേ ഇവിടെ സ്കാൻ ചെയ്ത് ഇവിടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് S- എന്ന് പറയുന്ന സ്റ്റാർട്ട് സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിതാ ഇവിടെ ഡോളറിൽ I1-ന് നേരെ ഡോളറിൽ അക്സെപ്റ്റ് ചെയ്യുന്ന എഴുതും. അടുത്ത I2 ശ്രദ്ധിച്ചോണേ. I2-ൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് ഇതാ ഇവിടെ L ഡോട്ട്, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്കാൻ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ഷിഫ്റ്റ് ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, L ഡോട്ട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് ലെറ്റേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്? റെഡ്യൂസ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേഷനും നടക്കുന്നുണ്ട്, റെഡ്യൂസ് ഓപ്പറേഷനും നടക്കുന്നുണ്ട് I2-ൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇവിടെ ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്? L2-ന് ഈക്വൽ ടു സിമ്പൽ കൊടുത്തപ്പോൾ എവിടേക്ക് പോയി? I6ലേക്ക് പോയി. I2-ന് ഈക്വൽ ടു ഓപ്പറേഷൻ കൊടുത്തപ്പോൾ I6ലേക്ക് പോയി. അപ്പോൾ ഇവിടെ S6 ഷിഫ്റ്റ് ഓപ്പറേഷൻ. ഇനി നോക്കിയേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LR0 LR0-ൽ റെഡ്യൂസ് വന്നാൽ ഒന്നും നോക്കണ്ട, എല്ലാ സ്ഥലത്തും, അതായത് I2-ലാണ് റെഡ്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം? ആക്ഷൻ്റെ അകത്തുള്ള എല്ലാ കോളത്തിലും R റെഡ്യൂസ് എന്ന് എഴുതണം. ഇതിൻ്റെ അടുത്ത് ഇനി ഒരു നമ്പർ എഴുതും. അതെങ്ങനെ എഴുതും? ഇതാ ഇവിടെ നോക്കിയേ, I2-ലെ റെഡ്യൂസ് നടക്കുന്ന പ്രൊഡക്ഷൻ റൂൾ ഏതാണ്? R → L. അത് എത്രാമത്തെ പ്രൊഡക്ഷനാണ്? ഇതാ ഇവിടെ നോക്കിയേ, 1 2 3 4 5. R → L എന്ന് പറയുന്നത് എത്രാമത്തെ പ്രൊഡക്ഷനാണ്? 5ാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഇത് LR0 ആയതുകൊണ്ട് I2-ലാണ് റെഡ്യൂസ് ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് 5ാമത്തെ പ്രൊഡക്ഷൻ റൂളാണ്. അതുകൊണ്ട് നമ്മൾ I2-ന് നേരെ ആക്ഷനിലുള്ള എല്ലാ ടേംസിൻ്റെയും അടുത്ത് എന്തെഴുതും? R5 എന്നെഴുതും. എന്തുകൊണ്ടാണ് 5 വന്നത്? പ്രൊഡക്ഷൻ റൂള് 5th 1 ആണ്. അതുകൊണ്ട് R5 എന്ന് LR0-ൽ എല്ലാത്തിനും നേരെയും എഴുതും. ക്ലിയർ ആണോ? ഇനിയിപ്പോൾ അടുത്തത് നോക്കിയേ, I3
I3 എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഡോട്ട് വന്നു, ഇതിനപ്പുറത്തേക്കൊന്നും പോകാനില്ല, ഇവിടെ റെഡ്യൂസ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ I3യുടെ നേരെയുള്ള എല്ലാ ആക്ഷൻ കോളത്തിലും എന്തെഴുതണം? റെഡ്യൂസ് R. അതിൻ്റെ അടുത്തൊരു നമ്പർ എഴുതും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതാ S→R. എത്രാമത്തെ പ്രൊഡക്ഷനാണ്? S→R രണ്ടാമത്തെ പ്രൊഡക്ഷനാണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്തെഴുതി? R2 എന്ന് എഴുതി. ഇത് ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നോക്കി, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഷിഫ്റ്റും ഒരു റെഡ്യൂസും ഒരേ കോളത്തിൽ വരുന്നുണ്ട്. നിങ്ങളോട് എവിടെയെങ്കിലും LR0 ആണോ, SLR ആണോ, LALR ആണോ, CLR ആണോ എന്ന് എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തു പറയണം? അതാ ഈ പാർസിംഗ് ടേബിൾ നോക്കണം. നോക്കിയിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടോ, എസ്സും ആറും സെയിം കോളത്തിൽ വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു R4 കൂടെ വന്നു എന്ന് വിചാരിക്കൂ, ഇങ്ങനെ വന്നെന്ന് വിചാരിക്കൂ. അപ്പോൾ ഇവിടെ 2 R ഒരുമിച്ച് വന്നു. നമ്മൾ 2 കോൺഫ്ലിക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഷിഫ്റ്റ് റെഡ്യൂസും മറ്റൊന്ന് റെഡ്യൂസും. അപ്പോൾ ഇങ്ങനെ വന്നാലും എന്താണ്? ഇത് LR0 അല്ല എന്ന് പറയണം, അല്ലെങ്കിൽ SLR അല്ല, CLR അല്ല എന്ന് പറയണം. ഓക്കെ. ഇനി LR0 ആണെങ്കിൽ, അതായത് LR0 ആണെങ്കിൽ നിങ്ങളിതുപോലെ പാർസ് ടേബിൾ വരയ്ക്കണം. പാർസ് ടേബിളിനകത്ത് എല്ലാ ഓൾ ആക്ഷൻ ടേമിലും നിങ്ങൾ റെഡ്യൂസ് എന്ന് എഴുതണം. ഓക്കെ. എല്ലാ ആക്ഷൻ ടേമിലും എന്തെഴുതണം? റെഡ്യൂസ് എഴുതണം. ഇതാ ഇതുപോലെ. ഓക്കെ. ഇനി അതല്ല, SLR ആണെങ്കിൽ നിങ്ങളിത് ഈ സെയിം ഐറ്റം, കളക്ഷൻ ഓഫ് ഐറ്റം വരയ്ക്കുക. അതുപോലെ ഈ പാർസ് ടേബിൾ വരയ്ക്കുക. ഷിഫ്റ്റ് സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. നിങ്ങളിതിന് ഫോളോ കണ്ടുപിടിക്കണം. SLR ആണെങ്കിൽ ഫോളോ കണ്ടുപിടിക്കണം. എന്നിട്ട് ഫോളോ ഏതിലൊക്കെയാണോ വരുന്നത്, ഇപ്പം ഫോളോ ചെയ്യുമ്പോൾ സ്റ്റാറിലേ വരുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം എന്ത് ചെയ്യണം? ഫോളോയിൽ മാത്രം നിങ്ങൾ റെഡ്യൂസ് എഴുതണം. അത് അടുത്ത വീഡിയോയിൽ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം. അതല്ലെങ്കിൽ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ. താങ്ക് യു.